നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് പെൺകുട്ടികളെ കടന്നു പിടിച്ച ശേഷം കടന്നു കളയുന്ന വിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിന് പിന്നിലെ വമ്പൻ ട്വിസ്റ്റ് പുറത്തുവന്നു. നടി ശില്പ ഷെട്ടിക്കും ഭർത്താവിനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടിക്കെത്തിയ 24-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി മറ്റ് കൂട്ടുകാർ. തിരുവനന്തപുരത്ത് പെൺകുട്ടികളെ കടന്നു പിടിച്ച ശേഷം കടന്നു കളയുന്ന വിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളക്കടവ് സ്വദേശി സജാദാണ് പിടിയിലായത്. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്നാൽ കൂടി സുരക്ഷിതരല്ലെന്ന അവസ്ഥ. അത്തരമൊരു സംഭവമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഒരുത്തൻ കടന്നു പിടിച്ചു. എന്നിട്ട് പുറത്തുചാടി ഓടി. വള്ളക്കടവ് സ്വദേശിയും ഇപ്പോൾ പൊഴിയൂരിൽ താമസിക്കുന്നതുമായ സജാദിനെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയത്. വിഴിഞ്ഞം പോലീസാണ് വിരുദ്ധനെ പൊക്കിയത്. കഴിഞ്ഞ ദിവസം വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളെയാണ് ഇയാൾ കടന്നു പിടിച്ചത്. കുട്ടികളുടെ നിലവിളി കേട്ട വീട്ടുകാർ എത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകി. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പ്രതിയെ തിരിച്ചറിഞ്ഞു. അന്വേഷണത്തിൽ ഇയാൾ പൊഴിയൂർ ഭാഗത്ത് ഉണ്ടെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് അവിടെ പാഞ്ഞെത്തി. ഉടനെ തന്നെ ഇയാൾ ഓട്ടോറിക്ഷയിൽ കടന്നു കളഞ്ഞു. തുടർന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇയാളെ വിഴിഞ്ഞം കല്ലുവെട്ടാൻകുഴി ഭാഗത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിന് പിന്നിലെ വമ്പൻ ട്വിസ്റ്റ് പുറത്തുവന്നു. നിർണായക വെളിപ്പെടുത്തലുകളാണ് പോലീസ് നടത്തിയത്. കഠിനംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹണി ട്രാപ്പ് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഉള്ളതെന്ന് കണ്ടെത്തി. നടുറോഡിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് സംഘങ്ങൾക്കിടയിലെ സാമ്പത്തിക തർക്കമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഠിനംകുളം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. യുവതിയും യുവാവും സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിപ്പിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഹണി ട്രാപ്പ് കേസിലെ പ്രതി അടക്കം 3 പേരാണ് സംഭവത്തിൽ പിടിയിലായത്. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക, കരുനാഗപ്പള്ളി സ്വദേശികളായ സബീർ, റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. വെഞ്ഞാറമൂട് സ്വദേശി റാഷിദിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ പോലീസ് സാഹസികമായി മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കഠിനംകുളത്തായിരുന്നു സംഭവം. റാഷിദും സുഹൃത്തായ യുവതിയും സഞ്ചരിച്ച കാറിൽ 3-അംഗ സംഘം കഠിനംകുളം മരിനാട് വെച്ച് കാർ ഇടിപ്പിച്ചു. തുടർന്ന് റാഷിദിനെ സംഘം മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടുപോയി. സാമ്പത്തിക തർക്കമായിരുന്നു പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന ഇടുക്കി സ്വദേശി കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതേ തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം. കാറും മൊബൈൽ നമ്പറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ വാഹനങ്ങൾ മാറി മാറി സഞ്ചരിച്ച സംഘം യുവാവിനെ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി. ഇവർ തിരികെ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്നതായി കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചു. കിളിമാനൂരിൽ വെച്ച് പോലീസ് പിന്തുടർന്നു. തുടർന്ന് കാർ തടഞ്ഞാണ് റാഷിദിനെ മോചിപ്പിച്ചത്. അതിനിടെ മുഖ്യപ്രതിയും നേരത്തെ ഹണി ട്രാപ്പ് കേസിലടക്കം അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കാർത്തിക് കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. നടി ശില്പ ഷെട്ടിക്കും ഭർത്താവിനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. ഏകദേശം 60 കോടി രൂപയുടെ തട്ടിപ്പാണ് നടിയും ഭർത്താവും നടത്തിയതെന്നാണ് വ്യവസായിയായ ദീപക് കോത്താരിയുടെ പരാതി. നടി ശില്പ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ 60 കോടിയുടെ തട്ടിപ്പ് കേസ്. മുംബൈയിലെ വ്യവസായിയായ ദീപക് കോത്താരിയുടെ പരാതിയിലാണ് പോലീസ് വഞ്ചനാ കുറ്റം ചുമത്തി കേസെടുത്തത്. ദമ്പതിമാർക്ക് പുറമെ മറ്റൊരാൾ കൂടി കേസിൽ പ്രതിയാണ്. ലോട്ടസ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് പരാതിക്കാരനായ ദീപക് കോത്താരി. ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും ഉടമസ്ഥതയിലുള്ള ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൂടെ 60 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് ദീപക് കോത്താരിയുടെ ആരോപണം. 2015 മുതൽ 23 വരെയുള്ള കാലയളവിലാണ് പണം തട്ടിയെടുത്തതെന്നും കോത്താരി പരാതിയിൽ പറയുന്നു. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. ഹോം ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് സേവനങ്ങളുമായാണ് ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്നത്. അജേഷ് ആര്യ എന്നയാളാണ് ശില്പ ഷെട്ടിയെയും രാജ് കുന്ദ്രയെയും ദീപക് കോത്താരിക്ക് പരിചയപ്പെടുത്തിയത്. ഈ സമയം ബെസ്റ്റ് ഡീൽ TVയുടെ 87.6% ഓഹരികളും ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും പേരിലായിരുന്നു. തുടർന്ന് ദമ്പതിമാർ 75 ലക്ഷം രൂപ വായ്പയായി ദീപക് കോത്താരിയിൽ നിന്നും ആവശ്യപ്പെട്ടു. പിന്നീട് പ്രതിമാസം നിശ്ചിത പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം നടത്താനും പറഞ്ഞു. ഇതനുസരിച്ച് 2015 31 കോടി രൂപയും അതേ വർഷം സെപ്റ്റംബറിൽ 29 കോടി രൂപയും ബെസ്റ്റ് ഡീൽ TVയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. എന്നാൽ 2016 സെപ്റ്റംബറിൽ ശില്പ ഷെട്ടി കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. പിന്നാലെ കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും തുടങ്ങി. ഇതിനിടെ ഇടനിലക്കാരനായ രാജേഷ് ആര്യ തന്റെ പണം തിരികെ വാങ്ങാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ദമ്പതിമാർ പണം നൽകിയില്ലെന്നും കമ്പനിയുടെ പേരിൽ വാങ്ങിയ പണം ഇരുവരും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നും കോത്താരി പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടിക്കെത്തിയ 24-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി മറ്റ് കൂട്ടുകാർ. ഡൽഹിയിലാണ് ക്രൂരത അരങ്ങേറിയത്. പെൺകുട്ടിക്ക് ശീതളപാനീയത്തിൽ എന്തോ കലർത്തി നൽകിയ ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി 4 പേരടങ്ങുന്ന സംഘം
ലൈംഗികമായി ഉപയോഗിച്ചുവെന്നാണ് കേസ്. ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന പരാതി. ഡൽഹിയിലെ സിവിൽ ലൈൻ മേഖലയിലാണ് സംഭവം. 24-കാരിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ ക്രൂരത ഡൽഹിയിൽ അരങ്ങേറിയത്. സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു യുവതി. ആ സമയം സുഹൃത്തിനെ കൂടാതെ 4 പുരുഷന്മാർ കൂടി അവിടെ ഉണ്ടായിരുന്നു. പാനീയത്തിൽ എന്തോ കലർത്തി നൽകിയെന്നും കുടിച്ചതിനെ തുടർന്ന് ബോധരഹിതയായെന്നും യുവതി പരാതിയിൽ പറയുന്നു. ശുചിമുറിയിൽ എത്തിച്ചാണ് തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തുവെന്നും പരാതിയിലുണ്ട്. പോലീസിൽ പരാതി നൽകിയാൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനും വൈദ്യപരിശോധനയ്ക്കും പിന്നാലെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.